പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഫുൾ കാണൂല, ഇത്രേ കാണുള്ളൂ. ബാക്കി മൊത്തം ഈ ചെവനാണ് കാണുന്നത്. ഓക്കെയാ? ഓരോന്നായി ചോദിക്കും, അവർക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മളൊരു ചാലഞ്ച് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഹൂ നോസ് അസ് വെൽ മീൻസ് ആരാണ് കൂടുതൽ മറ്റാളെ മനസ്സിലാക്കിയിട്ടുള്ളത്, അതാണ് ഇന്ന് ഞങ്ങളുടെ ചാലഞ്ച്. സോ വീഡിയോയിൽ പോവാം. ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ അമ്മയെ എഴുതി വെച്ചിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ഇതായിരിക്കുന്ന ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, എൻ്റെ മദറില്ല. സോ ഞങ്ങളിപ്പോൾ ലൊക്കേറ്റ് ആയിട്ടുള്ളത് തഞ്ചാവൂരിലാണ്. ഇപ്പോൾ വീട്ടിൽ പോവാം. റെഡിയല്ലേ? അപ്പൊ ഞാൻ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലേ അമ്മ ചോദിക്കുന്ന? ചോദിക്കാലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ടിക്കറ്റ് ഇട്ട് പോകും. എത്ര മാർക്ക് ഉണ്ട് അമ്മയ്ക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അമ്മ കറക്റ്റാ പറഞ്ഞ് നമ്മൾ മാർക്ക് ഇടും. സോ ആരെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ്. ഇവിടെ ഉള്ള തഞ്ചാവൂരിലുള്ള അത് എവിടെയാണേലും എനിക്കത് ഇഷ്ടമില്ല, കോമൺ ആയിട്ട്. നമുക്ക് ഇഷ്ടമില്ലാത്തത് ആട്ടിറച്ചി. പിന്നെ വേറെന്തെങ്കിലും ഇവിടെ വയ്ക്കുന്ന ഒരു കൂട്ടാണ് നമുക്ക് ഇഷ്ടമില്ല. ശരി, ഓക്കെ, മട്ടൺ ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയുമോ? എനിക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോ ആദ്യം കാണിക്കുന്ന ഒരു കാര്യം, അത് കാണുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും ഇവിടെ ദേഷ്യത്തിലാണ്. എന്തെന്ന് പറയുന്നു? പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് കാണുമ്പോഴേ അറിയാം ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. വേറെ ലെവലും കറക്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇഷ്ടപ്പെടാത്ത ഒരു ഹാബിറ്റ് സ്വഭാവം. എൻ്റെ അടുത്ത് ഇഷ്ടപ്പെടാത്ത കാണുമോ? മരുമോൾ പോരൊന്നും എടുക്കൂല പറയുന്നു. ഇഷ്ടപ്പെടാത്തത് എന്തിനുണ്ട്? 6 മണിക്ക് ശേഷം കുളിക്കുന്നത്. വൈകുന്നേരം ഓരോന്നാ പുറത്ത് വരുന്നു. അപ്പൊ എന്റെ ഫേവറേറ്റ് ഫുഡ് ഇവിടെയാണേലും അവിടെയാണേലും മീൻ കറി, ബിരിയാണി. ഇപ്പോഴമ്മ വന്നത്, അതിന് മുമ്പ് എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലായിരുന്നു. മീൻ കൂട്ടാൻ ഇഷ്ടമുണ്ട്, മീൻ കറി ഇഷ്ടമാണ്. അവിയല്, സ്നാക്സില് ചിപ്സ്, വാഴക്ക ചിപ്സ്. പക്ഷെ ഇന്നൊന്നും കൂടെ ഉണ്ട്, മുട്ട. 7th മന്തിൽ അങ്ങ് പോയിട്ട് മുട്ട പപ്സ് മാത്രം കഴിക്കും. 5 എണ്ണം വാങ്ങിയിട്ട് വരും. ഒന്ന് എനിക്ക്, ഒരാൾക്കാർക്ക്. എന്നിട്ട് അച്ചു പറയും എനിക്ക് വേണ്ട നീ കഴി, അച്ഛൻ പറയും എനിക്ക് വേണ്ട നീ കഴി. അച്ഛാമ്മ മാത്രം കഴിക്കും, ബാക്കിയുള്ളതൊക്കെ എനിക്ക്. അതാണ് ഈ ദേഹത്തിന്റെ രഹസ്യം. ഫസ്റ്റ് ഇംപ്രഷൻ. ഫസ്റ്റ് ആയിട്ട് എന്നെ കണ്ടപ്പോ, അത് ഫോട്ടോയിലാണ് എന്നെ ശരി, നേരത്തെ കണ്ടപ്പോഴും അമ്മ എന്നെ പെട്ടെന്ന് അട്രാക്ട് ചെയ്തത്, മീൻസ് കവർന്നത്. അത് എവിടെ? ഈ സ്ഥലമല്ല, എന്താണ് പെട്ടെന്ന് നിന്നെ കണ്ട ഉടനെ ഇത്രയും വർണ്ണമായിരിക്കുന്നു, ഇനി കല്യാണം എല്ലാം കഴിയുമ്പോ ഞാൻ ചോദിച്ചത് അപ്പൊ എന്റെ വണ്ണമാണോ അമ്മക്ക് ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടത്, ഇംപ്രസ് ആയത്? അങ്ങനല്ല. അതെങ്ങനെന്ന് പറഞ്ഞ, ഇപ്പൊ അപ്പു എന്നെ കാണിച്ച് അമ്മ ഇതാണ് പെണ്ണ്. ശരി, ഞാനും നോക്കി. ശരി, ഒന്നും കുഴപ്പമില്ല, നല്ല ഇരിക്കുന്ന, കുറച്ച് വണ്ണം മാത്രം കൂടുതലുണ്ടായിരുന്നു, അത്ര. അല്ലാതെ വേറെ ഇംപ്രഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തൊരു അങ്ങനൊന്നുമില്ല. എന്റെ മോനെ ഇഷ്ടപ്പെട്ട്, പിന്നെ എനിക്കും അത് ഇഷ്ടപ്പെട്ടു, അത്ര.
ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ അപ്പൂന് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം സ്റ്റിൽ അമ്മയ്ക്ക് ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അപ്പൂനെ ചെയ്ത ഒരു കാര്യം അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിപ്പോഴും മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? അവളെ ചെയ്തത് തെറ്റായിപ്പോ ശരിയായി അങ്ങനെ കാര്യം. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഓരോ വീഡിയോ ചെയ്ത കറക്റ്റ് ആൻസേഴ്സ് ഇല്ല, അങ്ങനെ ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. അതിന് ഒരുമിച്ചിരുന്നില്ലല്ലോ, വീഡിയോ കോള് മാത്രമേ ഉള്ളൂ. പിന്നെ ഇല്ലേ? ഇല്ല. അല്ലാതെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചിലത് പറയും, എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛനമ്മളോടൊന്ന് പറഞ്ഞു വിളിക്കും, എടാ വാടാ പോടാന്ന് വിളിക്കുന്നു, അത് ശരിയാവൂല ചേട്ടാന്ന് വിളിക്കുന്നു. അത് ആരും ഫസ്റ്റിലേ പറഞ്ഞ്. അപ്പൊ അതെല്ലാം ഇപ്പോഴത്തെ പിള്ളേരങ്ങനെ വിളിക്കുള്ളൂ, അതുകൊണ്ട് അതൊന്നും നിനക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വിട്ടു. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്. അതുപോലെ വേറെ കാര്യമൊന്നുമില്ല ഇഷ്ടമില്ലാത്ത? രണ്ടുപേരും ഒരുപാട് ദിവസം ഒന്നിച്ച് ഇവിടെ നിന്നില്ലല്ലോ. ഇവിടെ നിന്നിട്ടില്ല, അവിടെ നിന്നിട്ടില്ല. 3 ദിവസം ഇന്ന് നിൽക്കുമ്പോ അല്ലേ അറിയാം. ഇപ്പം അപ്പു ഒന്ന് ഗ്രാജുവേഷൻ, അപ്പുവിന് ഒരു സർട്ടിഫിക്കറ്റ് സ്റ്റേജ് കയറി എന്തെങ്കിലും വാങ്ങി. അപ്പൊ അമ്മയ്ക്കൊരു പ്രൗഡ് മൂമെന്റ് ആണ്, എന്റെ കൊച്ച് എന്നുള്ളൊരു പ്രൗഡ് മൂമെന്റ്. അതുപോലെ എന്റെ ഇത് ഫീൽ ചെയ്ത പ്രൗഡ് മൂമെന്റ് എന്തായിരുന്നു? നിന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രൗഡ് മൂമെന്റ് എന്താണെന്ന് പറയുന്നു? നിന്നെ കൊണ്ട് എന്തൊരു പ്രൗഡെന്ന് വെച്ചാൽ നീ തന്ന ഒരേ ഒരു സന്തോഷം, ഒരു നല്ല ഒരു ആൺകൊച്ചിനെ പ്രസവിച്ച് തന്നു. വീഡിയോ പബ്ലിഷ് ആയ ഒരു അവസ്ഥ ആലോചിച്ചോക്കണം. ആൺകൊച്ചു പോലോ, പെൺകൊച്ചായിരുന്നു. അപ്പൊ എന്തായിരുന്നു? അല്ല, അതൊരു സന്തോഷം. അത് എല്ലാ അമ്മമാർക്കും അത് ഒരു ഇതുള്ളത് തന്നെ. സത്യം പറഞ്ഞു അതാ മൊമെന്റ്. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. എന്തിനു പറയാ വേറെ? ശരി, ഓക്കെ, മനസ്സിലുള്ളതല്ലേ വരും. ക്വസ്റ്റ്യൻ കേട്ട് മാട്ടിക്കുന്നു ഞാൻ. തിരിച്ച് ഞാൻ കഷ്ടപ്പെടാൻ പോയല്ലേ അത്ര കഷ്ടത്തിന്. ഞാൻ അമ്മയ്ക്ക് ആദ്യമായിട്ട് കുക്ക് ചെയ്ത് തന്ന ഫുഡ് അതെപ്പോഴും മറന്നു. എപ്പോഴും ചെയ്തെന്ന് ശരി മറന്നെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡിൽ ഇഷ്ടപ്പെട്ടതേത്? ഉപ്പുമാവ്. മോസ്റ്റ്ലി ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതാണ് ഉപ്പുമാവ്. എനിക്ക് നല്ല ഇഷ്ടം. ശരി, ഓക്കെ, ഉപ്പുമാവാണ് ഇഷ്ടം. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഇനി ഒരു ക്വസ്റ്റ്യൻ എന്തോ ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വേർഡില് എന്നെ പറയാൻ പറഞ്ഞ എന്തോ പറയും? ഡിസ്ക്രൈബ്. ഒരു വേർഡില് പറയണം, എല്ലാം ഉണ്ടായിരിക്കണം. ആ വേർഡ് കേൾക്കുമ്പോ അതെങ്ങനെ പറയും? ഡിസ്ക്രൈബ് എന്ന് പറയും. ഒരു വേർഡില് പറയണം. ഒരു വേർഡിൽ എന്നെ പറയുകയാണെങ്കിൽ എന്ത് വേർഡ് പറയും? എന്തിനു പറയും? മരുമോളെന്ന് പറയും. കുറിച്ച് പറയാൻ പറഞ്ഞ എന്തോ പറയും? അല്ലെങ്കിൽ ഒരു സെന്റൻസില് ഇയാളെ കുറിച്ച് പറയാൻ പറഞ്ഞ എന്തോ പറയും? അങ്ങനെ. പിന്നെ ഒരു സെന്റൻസിൽ പറയണമെന്ന് തോന്നിയ എന്തോ പറയും? നല്ലൊരു മരുമോളെന്ന് പറയും. ശരി, എന്തായാലും അടിപൊളിയാ, കോപ്പറേറ്റ് ചെയ്തു. സൂപ്പർ സൂപ്പർ സൂപ്പർ. പറ്റതുണ്ടല്ലോ പ്രൗഡ് മൂവ്മെന്റ് ഒഴികെ. കൊച്ചിന് തന്നതാണ് എന്റെ പ്രൗഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒഴികെ ബാക്കിയല്ല സൂപ്പറായിരുന്നു റെസ്പോൺസ്. ഇനി അമ്മേരെ ചാൻസ്. അത് തപ്പൊന്നുമില്ല അമ്മ. അതിപ്പോ ബോയ് ബേബി എന്ന് പറയുമ്പോ എല്ലാരോടും ചോദിക്കും എന്ത് ഗേൾ ഒരു പ്രൗഡ് മൂവ്മെന്റ് ഇല്ലേ? അങ്ങനല്ല, അത് അതുകൊണ്ടാണ് പറയാം. അങ്ങനല്ല, എല്ലാ അമ്മമാർക്കും അതൊരു ഇത് തന്നെ. എന്നും പറഞ്ഞ പെൺകൊച്ചുങ്ങള് ഇതില്ല, അതും നമ്മുടെ കൊച്ചു തന്നെ. എങ്കിലും ഇത് ആദ്യം നമ്മുടെ മോന്റെ മോനില്ല ഫാമിലിയിൽ അതൊരു കൊച്ചുമോനില്ല.
ഫാമിലിയിലെ ആദ്യത്തെ ആ കൊച്ച്. അതുകൊണ്ട് ഇവിടത്തെ ആണെങ്കിലും അവിടത്തെ ആ ആണെങ്കിലും അതുകൊണ്ട് അതൊരു സന്തോഷം. അതെ അങ്ങനെ പറയുന്നായിരുന്നു. അത് ആൺകൊച്ചു തന്നെന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിക്കൂ. ശരി ഞാൻ വരട്ടെ. അമ്മ ഈസി ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഞാൻ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻസിലൊക്കെ ബിറ്റ് ബിറ്റായിട്ട് എടുത്ത് ചിലപ്പോ അമ്മേനെ വേണ്ടി തോന്നിയിരിക്കുമല്ലോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ. ശരി, നിനക്ക് അപ്പൂന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമോ അല്ല ഇവിടെ നിൽക്കാൻ ഇഷ്ടമോ? അപ്പൂന്റെ കൂടെ, നോ ഡൗട്ട്. ഞാൻ വെക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം? മീൻകറി. പിന്നെ ഞാൻ വന്ന് ഈ ബിരിയാണി അത്ര ഇഷ്ടപ്പെടൂല, പക്ഷെ ഇന്ന് വെച്ചില്ലേ ആ ബിരിയാണി സൂപ്പറായിരുന്നു. വെജ് ബിരിയാണി. ആക്ച്വലി വെജ് ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഞാൻ അവരെടുത്ത് പറഞ്ഞു അതിന്റെ ഇടയിലൊരു നോക്കി വിട്ടത്. അപ്പൊ അത് രണ്ടും ഇഷ്ടമാണ്. സാമ്പാർ സൂപ്പറായിരിക്കും. ഇഡലിയിലോ ദോശയുടെയും കൂടെ ഉണ്ടാക്കുന്ന സാമ്പാർ സൂപ്പറായിരിക്കും. പായസവുമാ സേമിയയും പരിപ്പും കൂടെ ഇട്ടു. അതൊരു ദിവസം പറഞ്ഞ വീഡിയോ എടുക്കാൻ ഞാൻ പോണതിന് മുമ്പേ. അത് സൂപ്പർ. പിന്നെ വേറെ എന്തൊരു കേൾക്കാൻ? നിനക്ക് തഞ്ചാവൂരിൽ നിൽക്കുന്ന മൂവാറ്റുപുറത്ത് നിൽക്കുന്ന ഇഷ്ടമാണ്? അതും പറ. എന്തോ പറ പറ. മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് അപ്പൂന്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. അവിടെ ഇല്ല ഇവിടെ ഇല്ല. അവിടെ ഇല്ല ഇവിടെ ഇല്ല. എനിക്ക് അപ്പൂന്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. അത് അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരു ഫീൽ ഇല്ല. പിന്നെ ഇന്നെ ഒരു ക്രിസ്ത്യൻ. നിന്റെ അമ്മയ്ക്കും എനിക്ക് എന്തെല്ലാം വ്യത്യാസമുണ്ട്. നിന്റെ അമ്മയെങ്കിൽ നിനക്ക് ഇങ്ങനെ ഇരിക്കും, അല്ല എൻ്റെ അടുത്ത് നീ എങ്ങനെ ഇരിക്കും അത് പറ. എന്നായാലും അമ്മ അമ്മ തന്നെ, മാമിയാർ മാമിയാർ തന്നെ പറയരുത്. ഇല്ല, അങ്ങനെ ഞാൻ പറയൂല. ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ നമ്മുടെ അമ്മ ആവുമ്പോ നമ്മൾ അമ്മയ്ക്ക് അടി കൊടുക്കും, വലിച്ച് കീറി പിച്ച് പറഞ്ഞ അമ്മ എനിക്ക് തൊടാൻ പറ്റൂല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോ അമ്മ എന്നെ തല്ലിയ എന്തോ നമ്മ തിരിച്ച് കയ്യിൽ ഒരു തല്ല് തിരിച്ചു കൊടുക്കാം, വലിച്ചല്ലെങ്കിലും. പക്ഷെ അമ്മ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. വന്നാലും എനിക്ക് തല്ലാൻ പറ്റൂല, കൈ അങ്ങനെ പോവും. ആ ഒരു കാര്യം, അത് ഡിഫറൻസ് ഉണ്ട്. പിന്നെ സംസാരം കുഴപ്പമില്ല. അവിടെ എങ്ങനെയോ അവിടെ അമ്മയടുത്ത് എങ്ങനെ സംസാരിക്കുന്നത് പോലെ തന്നെ അതേ ജോളി ആയിട്ടുള്ള സംസാരം തന്നെ. പിന്നെ വേറെ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു അമ്മ? ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇല്ല ഇല്ല, അമ്മയ്ക്കും വ്യത്യാസം. രണ്ടുപേരുടെ നീ ഒരേപോലെ തന്നെ ഇരിക്കുന്നെന്ന് കേൾക്കുന്നു. ഓ ഈ പയ്യെ ഒരു പറഞ്ഞ കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഒന്ന് തന്നെ, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുമല്ലോ, ഒന്നുമില്ല. അവിടെ അമ്മയടുത്തെല്ലാം പറയും, ഇവിടെ അമ്മയടുത്തെല്ലാം പറയും. അടുത്തത് കേൾക്കാം. ഇത് കണ്ടിട്ട് വേണം ആർക്കൊക്കെ ഇനി വയറ് കടി ഉണ്ടാകുന്നു. ചിലരെന്നോട് കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ ചോദിച്ചു, അമ്മായി വെച്ചേ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. പോയ ഞാൻ തിരിച്ചു വന്നപ്പോഴും വീണ്ടും അതേ ക്വസ്റ്റ്യൻ, ഓക്കെ താനേ? എല്ലാം ഓക്കെ താ. അടുത്ത എന്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ദോശയും ചമ്മന്തിയും. നോ ഡൗട്ട് ദോശയും ചമ്മന്തി ആണോ ഇല്ലേ? 5 ദോശയും ചമ്മന്തിയും, ചോറിൻ്റെ കൂടെ ചമ്മന്തി ഇട്ട് കഴിക്കുന്നത്, പപ്പും അച്ചാറും. 5. അടുത്തത് 5 കൊള്ളാം. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം
ഇഷ്ടപ്പെടാത്ത എന്തോന്നില്ല ഇഷ്ടപ്പെടാത്തതമ്മ? ആകാരമായാലും അല്ല വേറെ എന്തിനായാലും ഒന്ന് ചോദിക്കണം അമ്മ. ഇഷ്ടപ്പെടാത്ത എന്തോന്നാണ് അറിയണ്ടേ? ആകാരം. വീട്ടുകാരനെ മാറ്റി വെക്കുന്ന ഐറ്റംസ് അറിയാം. പാവയ്ക്ക ഇഷ്ടമാണല്ലോ, പക്ഷെ കഴിക്കാൻ പറ്റില്ല. ക്യാരറ്റും അതേപോലെ. ബീഫ് കഴിക്കും. കഴിക്കും. അത് ഓപ്പ് ഇഷ്ടമല്ല. അമ്മ പറയും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. എനിക്ക് അമ്മയുടെ മനസ്സിൽ കാണുമല്ലോ. ഒന്നുമില്ലേ, എല്ലാം ഇഷ്ടം. ബീഫ് കഴിക്കൂല. അത് കഴിച്ചുകൂടാത്തോണ്ട് കഴിക്കാത്ത. അങ്ങനെ 6 ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ചോദിക്കണം. എനിക്ക് ഒരേ ഒരു കാര്യം കേൾക്കണം. ചോദിക്കണം. അല്ല, നീ മൂത്ത മരുമോള്, അപ്പൊ നീയാണ് ഈ കുടുംബത്തിന്റെ എല്ലാം. അപ്പൊ നീ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് 3 പിള്ളേര്. ഈ 3 പിള്ളേരും എന്നും ഒന്നിച്ചിരിക്കണം. അവർ തമ്മിൽ വഴക്കിടാനോ ഒന്നിനും ഒരു ഇത് നമ്മളായിട്ടുണ്ടാക്കരുത്. അവര് ഒന്നിച്ചെങ്ങനെ വളർന്നോ അതേപോലെ ഒന്നിച്ച് ലാസ്റ്റ് വരെ ഒരു സ്നേഹത്തോടെ ഇരിക്കാം. അത് നീ വിചാരിച്ചാലേ നടക്കുള്ളൂ. എന്തോ ഞാൻ വിചാരിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞു നീയാണ് കൊണ്ടുപോകുന്നത്. അല്ല, ഈ കുടുംബത്തിന് എനിക്ക് കൊണ്ടുപോകുന്നത് നീ തന്നെ. എല്ലാവരും ഒന്നിച്ച് അവർ ഉത്തരം ചെയ്താലും അതനുസരിച്ച് നീ വേണം ഈ പിള്ളേരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ. എന്ന് വെച്ചാൽ നമുക്കൊന്നും അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് ആ വിശ്വാസമുണ്ട്, ഞങ്ങൾ കൊണ്ടുപോകും. എന്നായാലും പിള്ളേരെ ഒന്നിച്ച് നീ നോക്കുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. അതില്ലാതൊക്കെ. അപ്പൊ ഞാൻ എന്തൊരു കാര്യമാണെങ്കിലും എനിക്കൊരു പ്രോബ്ലം ആയിട്ട് വരുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അത് എന്നെ ഫേസ് ചെയ്ത് പ്രശ്നമായിട്ട് വന്നാൽ പിന്നെ ഞാൻ എങ്ങനെ പറയാം, ഈ എന്ത് കാര്യം നടന്നാലും ഞാൻ മനസ്സിലാക്കിയില്ല. അങ്ങനെ വിട്ട് കളയുന്ന പാട് നോക്കി ഞാൻ പോകും. പക്ഷെ വേറൊരാൾ അതിനെ കുറിച്ചിട്ട് കംപ്ലൈന്റ് ആയിട്ട് മുന്നിട്ട് വന്നാൽ പിന്നെ എനിക്ക് അത് ഇഷ്ടമാവും. കാരണം ഞാൻ വിട്ട് കളഞ്ഞ കാര്യമാണ്. അത് അവർ കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഞാൻ ആ വേഷനെ ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ എന്തൊരു കാര്യവും പ്രശ്നമായിട്ട് വരാതെ ഇരുന്നാൽ ഞാൻ ഓക്കെയാണ്. ഞാനായിട്ട് പ്രശ്നത്തിൽ പോകില്ല. ഒരു പ്രോബ്ലത്തിന് ഞാനായിട്ട് പോകില്ല. എന്റെ പ്രശ്നത്തിൽ ആരും വരാതില്ല. ഞാൻ പറഞ്ഞു നോക്കിയേ ഇരിക്കും. അപ്പൊ അമ്മ എന്റെ ഗ്യാരണ്ടി വാങ്ങിയതുപോലെ എല്ലാവരും തരത്തിന് വരുമ്പോൾ വരും. അവരെടുത്തും പറഞ്ഞിട്ട് ഗ്യാരണ്ടി നീ പറയണം. ഇനി ഒത്തി വന്നാലും നീ പറയണം, ഇത് നമ്മുടെ കുടുംബമാണ്. അടുത്തൊരു പറയുന്നതൊന്നും നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുപോയി ഞാൻ അപ്പോഴും അതിനെ പറയുന്നുണ്ട്. അടുത്തൊരു പറയുന്നതൊന്നും നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു അത് ഞാൻ ഇവിടെ എന്ത് നടന്നാൽ ഞാൻ പറയും. എന്നിട്ട് നമ്മൾ ഇതെങ്കിലും പെട്ടെന്നായാലും നീ വേണം ഈ കുടുംബത്തിൽ കൊണ്ടുപോകാൻ. ഇല്ല, ഞാൻ പറയുന്നത് ഉള്ളതോ നിനക്കറിയാമല്ലോ. എനിക്ക് 4-5 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ദേഹം നല്ല വിലയിൽ എനിക്ക് നല്ല അറിയാം. എന്നുവെച്ചാൽ വെള്ളം ഇന്ന് വേണ്ടി അമ്മേടെ அப்படி சிரிக்காத, அவ்வளோதான் உள்ள. ஏடா பார்த்தா ஏண்டா அங்கே உள்ள ஏண்டி விளையாடு, இதில் விளையாடு. അവൻ ഇങ്ങോട്ട് വരണം. விளையாடு விளையாடு விளையாடு. ക്വസ്റ്റ്യൻ ചോദിക്കും കഴിഞ്ഞ പിന്നെ നമുക്ക് രണ്ടെണ്ണം ചോദിക്കാം. 2 ക്വസ്റ്റ്യൻ, ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇഷ്ടപ്പെടാത്തോ ഇഷ്ടപ്പെട്ടതോ ഞാൻ ചോദിച്ചാലേ ചോദിക്കാം. അവിടെ പോകും. എന്ത് കേൾക്കാൻ വന്നത്? എന്തെങ്കിലും കേൾക്കാൻ വന്നതാണ്. അത് പറഞ്ഞു எடிட் பண்ணி தானே எடிட் செய்யும். ஏங்க புள்ள என்ன ஒன்றுக்கு இருந்துட்டான். கண்டுக்கிறான்னு கடுப்பாயிட்டானோ? അമ്മ ഇപ്പൊ എന്നോട് എന്തോ ചോദിച്ചാ അമ്മക്ക് ദേഷ്യം വരുമ്പോ എനിക്ക് എങ്ങനെ അറിയാം? പാത്രങ്ങളുള്ളൂ, പാത്രങ്ങളുണ്ടോ, പൊട്ടു 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 ഓരോ ഗ്ലാസ് കഴിപ്പോ പാത്രം കഴിക്ക്. ഞാൻ അവിടെ കൂടെ നടക്കും. ചില സമയങ്ങളിൽ പാത്രത്തിന്റെ സൗണ്ട് ഹെവി ആയിരിക്കുമ്പോ അമ്മ ദേഷ്യത്തിലാണ്. ഞാൻ
അത് കുത്തിന്ന് എന്നോട് എന്നോട് ശരി, മതി 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 വീഡിയോ വീഡിയോ മതി പോന്നു. കഥ പറഞ്ഞ് എങ്ങോട്ട് പോയി ചാഞ്ചെന്നറിയില്ല. വാവ പിന്നെ ഡിസ്റ്റർബ് ആയതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അങ്ങ് നിർത്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.